നിരവധി പാരഡി ഗാനങ്ങൾ അത് തിരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ആദ്യമായി കാണുന്നതല്ല, കേൾക്കുന്നതല്ല. സിനിമാ ഗാനങ്ങൾ അതേ ട്യൂണിൽ പാരഡിയാക്കുകയാണ് സാധാരണ പ്രചരണത്തിന്റെ ഒരു പതിവ്. അനൗൺസ്മെന്റിനൊപ്പം അത്തരം ഗാനങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ സ്വർണ്ണക്കൊള്ളയിൽ പാരഡി ഗാനം അത് വലിയ പുലിവാലായി മാറുകയാണ്. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് പോറ്റിയെക്കേറ്റിയ പാരഡി ഗാനത്തിൽ CPM തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയാണ്. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ചുകൊണ്ടാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ രാജു എബ്രഹാം തന്നെ നേരിട്ട് പരാതി നൽകുന്നത്. ഒരു വർഗീയ ചേരിതിരിവിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ കൂടുന്ന പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പേരിൽ പരാതി നൽകും. ഗാനവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ടായിരുന്നു. ഇടതുപക്ഷത്തെ CPM-ലെ MP-മാർ ഉൾപ്പെടെ ഇത് വർഗീയ പ്രചാരണത്തിന്, രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ശരിയായില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം സമാനമായ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഭക്തിഗാനത്തെ നാദർഷയും കലാഭവൻ മണിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വേദിയിൽ അവതരിപ്പിക്കുന്നത് CPM ചാനലായ കൈരളി നേരത്തെ സംപ്രേഷണം ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ, ആ ഗാനമൊക്കെ ഇതിന് മറുപടിയായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ പഴയ നിരവധി ഗാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് ഇത്ര അസഹിഷ്ണുതയ്ക്കും രാഷ്ട്രീയ വൈരത്തിനും അപ്പുറത്തേക്ക് ഇതിന് പിന്നിൽ വർഗീയമായൊരു ചിന്ത കൂടി ഉണ്ട് എന്നതാണ് ഇപ്പോൾ CPM-ന്റെ തീരുമാനത്തിനെതിരായി UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ പ്രതികരണങ്ങൾ.